വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പലഹാരം നമുക്ക് ആഴ്ചകളോളം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അരക്കപ്പ് അളവ് സേമിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് വറക്കാത്ത അരിയുടെ സേമിയാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് സേമിയ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് അളവ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം. സേമിയയുടെ ചെറിയ തരികളൊക്കെ കാണും, അത് കുഴപ്പമില്ല. നല്ല ഫൈനായിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്കിത് ഗോതമ്പ് പൊടിയോ മൈദയോ ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയുമാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുന്നതാണ് നല്ലത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി സഹായിക്കും. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാലും മതിയാകും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാലോ വെള്ളമോ ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ആ ഒരു മുട്ടയുടെയും പഞ്ചസാരയുടെയും പറ്റിലാണ് നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ സേമിയ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പലഹാരം നിങ്ങൾക്ക് റവ ഉപയോഗിച്ചും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഒരല്പം ടൈറ്റായിട്ടാണ് ഉണ്ടാകുക. കൈ ഉപയോഗിച്ച് നീഡ് ചെയ്തെടുക്കും തോറും അത് നല്ല മയപ്പെട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. നല്ല ഹാർഡായിട്ടുള്ള കൂട്ടന്നെ എന്നാൽ നന്നായിട്ട് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. ഞാനിതിപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു ഉരുള എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അത് ഒട്ടും ക്രാക്കൊന്നും ഇല്ലാത്ത രീതിക്ക് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം കത്തിയുടെ ബാക്ക് ഭാഗം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാണാനും നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതൊന്നും കൂടെ നന്നായിട്ട് വികസിക്കും. അപ്പോൾ ഇത് പൊട്ടിപ്പോവാതിരിക്കാനും ഇങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ സഹായിക്കും. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഞാൻ എല്ലാം തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കാം. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം അനക്കാതെ വെക്കുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ കളർ ഒരല്പം ഡാർക്കായിട്ടാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ പഞ്ചസാര ഉള്ളത് കൊണ്ടും ഇത് പെട്ടെന്ന് കളർ മാറി വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ല കളർ ആകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറി വരുമ്പോഴാണ് ഇതിൻ്റെ ക്രിസ്പിനെസ് കറക്റ്റായിട്ട് മനസ്സിലാകുക. ഇത് നിങ്ങൾക്ക് ആഴ്ചകളോളം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഒട്ടും തന്നെ കേടാകില്ല. വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.